എല്ലാവർക്കും സന്തോഷമാണോ? സ്വരമുയർത്തി പറഞ്ഞ എല്ലാവർക്കും സന്തോഷമാണോ? അതെ. ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വചനം. ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വചനം നമ്മൾ വായിക്കുകയാണ്. എന്താണെന്ന് കേൾക്കാം. ഫിലിപ്പിയരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കർത്താവിൽ, ഉറക്കെ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ, നിങ്ങൾ കർത്താവിൽ. എന്നിട്ട് പറയാണ്, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ, ആകുലതയും ടെൻഷനും ഭയപ്പാടും നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുമോ? വലുതരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞു. യഥാർത്ഥ ക്രൈസ്തവൻ, യഥാർത്ഥ ആത്മീയ മനുഷ്യൻ എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രതികൂലങ്ങളിലും, എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളിലും കർത്താവിൽ സന്തോഷിക്കും. വലുതരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞേ. പക്ഷെ കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ ഒരു വചനം നമ്മൾ വായിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 28-ാമത്തെ വചനം. പിശാച് എന്ത് ചെയ്യുമെന്നറിയാമോ? പിശാച് നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയും. നമ്മൾ അത്ഭുതങ്ങളിലേക്കല്ല തിരിയേണ്ടത്, അനുഗ്രഹങ്ങളിലേക്കല്ല തിരിയേണ്ടത്, അടയാളങ്ങളിലേക്കല്ല തിരിയേണ്ടത്, ചില നന്മകൾ ഈശോയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയല്ല നമ്മളിവിടെ വരേണ്ടത്. നമ്മൾ ഈശോയിലേക്ക് വരേണ്ടത്, ഇവിടെ വന്നതും ഇനി വരേണ്ടതും ഈ വചനത്തിലുണ്ട്. എന്താണ്? ജ്ഞാനം 7:28. ദൈവം എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം എന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനികളെ ഞാൻ ചോദിച്ചോട്ടെ, ജ്ഞാനികളെ സ്നേഹിക്കുന്ന ദൈവം പറയുകയാണ്. യഥാർത്ഥ ജ്ഞാനി ആരാണെന്നറിയാമോ? യഥാർത്ഥ ജ്ഞാനി, യഥാർത്ഥ ജ്ഞാനമുള്ളവൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ, ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തുണ്ടാകുമെന്നറിയാമോ? ബൈബിൾ ഉണ്ടാകും. ഈ അനുഗ്രഹ വെള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് എത്ര പേരുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്? അവിടെയാണ് നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത്. അത്ഭുതങ്ങൾ നടക്കും, അനുഗ്രഹം നടക്കും, അടയാളങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, എല്ലാം നടക്കും. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് ജ്ഞാനിയാകാൻ വേണ്ടിയിട്ടാണ്. വലുതരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്. ആകെ കിട്ടുന്ന ഒരു ദിവസം, ദൈവം നമുക്ക് തരുന്ന ദിവസം, നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയം വിശുദ്ധ ഗ്രന്ഥത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനികളായി മാറുന്നത്. വലുതരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, അഭിഷേകത്തോടെ പറഞ്ഞ്. പക്ഷെ എന്തു പറ്റിയെന്നറിയാമോ? ഇന്ന് ജ്ഞാനം നഷ്ടപ്പെട്ടു. ജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൽ ആനന്ദിക്കാനുള്ള കൃപയും നഷ്ടപ്പെടും. വലുതരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്, അഭിഷേകത്തോടെ പറഞ്ഞ്. നമുക്ക് ദുരിതങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, വേദനയുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. അപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ കഴിയുമോ? ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞേ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ ഇളയ മകൾ മരിക്കുമ്പോഴും ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് 120 ദിവസം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച്, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, വിശുദ്ധ കുർബാന മാത്രം 4 മാസം. 4-ാമത്തെ മാസത്തിൻ്റെ 115-ാം ദിവസം എത്തുമ്പോഴാണ് എൻ്റെ മകള് മരിക്കണത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ മകള് മരിക്കുമ്പോൾ
എനിക്ക് അന്ന് രാത്രി ശുശ്രൂഷയുണ്ട്, പിറ്റേ ദിവസം കാലത്ത് താമസിച്ചിട്ടുള്ള ധ്യാനം, 5 ദിവസം താമസിച്ചുള്ള ധ്യാനം ആലപ്പുഴ ആരംഭിക്കുകയാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. എൻ്റെ കൊച്ചിൻ്റെ അടക്ക് ശുശ്രൂഷ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ കൺവെൻഷന് പോയി. പിറ്റേ ദിവസവും ധ്യാനം ഏറ്റെടുത്തു. ധ്യാനം 5 ദിവസം നയിച്ചു. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എന്തേ കൊച്ചു മരിച്ചപ്പോഴും സങ്കടപ്പെടാതിരുന്നത്? ജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ്, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജ്ഞാനികളായിട്ട് മാറുന്നത്. വളരെ മൂർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനമുള്ളവന് എന്തുണ്ടാകും? വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് അടുത്ത ആഴ്ച വരുമ്പോ വിശുദ്ധ ഗ്രന്ഥം കൊണ്ടുവരണം. പുതിയ നിയമമല്ല, സമ്പൂർണ്ണ ബൈബിള്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അതാണത്. ഇപ്പോൾ ആരോഗ്യമുള്ള സമയത്ത്, അഭിഷേകമുള്ള സമയത്ത്, ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥം എടുത്താൽ നമുക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ചുമക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ്, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ജ്ഞാനിയാകാനായിട്ട് പ്രാർത്ഥിക്കണം. അത്ഭുതം നടക്കാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അത്ഭുതം നടന്നോളും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ജ്ഞാനിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ്. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതലുള്ള വചനം വായിച്ച്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതൽ വായിച്ചു. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവൻ വചനം ധിക്കരിക്കുകയില്ല. അടുത്ത വാക്ക്. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ മാർഗത്തിൽ ചലിക്കുന്നവരുടെ കയ്യിൽ എന്തുണ്ടാകും? ഉറക്കെ പറ, സ്വരമുയർത്തി പറ. 2 കരമുയർത്തി എന്ന് പറഞ്ഞ്, ഒന്ന് കൈയൊന്ന് വീശി എന്ന് പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞ്. ഉറക്കെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടോ. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ. ഞാൻ ചോദിച്ചോട്ടെ, അവിടുത്തെ ഇഷ്ടമാണോ ഇപ്പൊ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ഇഷ്ടമാണോ അന്വേഷിക്കുന്നത്? സത്യം പറയണം. അവിടുത്തെ ഇഷ്ടമൊന്നും അല്ല അന്വേഷിക്കണത്, നമ്മുടെ ഇഷ്ടം. അപ്പൊ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. ഈ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ വന്നിട്ട് എത്ര പേർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, ഈശോയെ ഞാൻ അത്ഭുതം പ്രതീക്ഷിച്ചല്ല വന്നത്, ഞാൻ അനുഗ്രഹം പ്രതീക്ഷിച്ചല്ല വന്നത്, ഞാനൊരു രോഗശാന്തി പ്രതീക്ഷിച്ചല്ല വന്നത്, ഞാനൊരു കടബാധ്യത മാറാൻ വേണ്ടിയല്ല വന്നത്, ഞാനൊരു വിവാഹം നടക്കാൻ വേണ്ടിയല്ല വന്നത്, ഞാനൊരു വിദേശ യാത്ര, എനിക്ക് വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടിയല്ല വന്നത്. പിന്നെ ഈശോയെ ഒരു ജ്ഞാനിയാകണം, ഈശോയെ സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി എന്ന് പറഞ്ഞു, ഹല്ലേലൂയ. കൈ അടിച്ചൊന്ന് പറഞ്ഞ്, നന്നായിട്ട് കൈയടിച്ച്. അടുത്ത വചനം വായിക്കും കേട്ടോ. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. യേശുവിനെ സ്നേഹിക്കുന്ന, സ്വർഗത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രമാണത്തെ, ദൈവത്തിന്റെ വചനത്തെ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. പരിപുഷ്ടരാകും. വചനത്തെ സ്നേഹിക്കണം, വചനത്തെ ബഹുമാനിക്കണം. ഞാന് ഇവിടെ എത്താൻ വേണ്ടി ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം
കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയാൽ ഇവിടെ എത്താൻ പറ്റൂല. കാരണം വെളുപ്പിനെ 4 മണിക്ക് പോകുന്നതാണ്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ രാവും പകലും വിശ്രമമില്ലാതെ ഉറക്കമില്ലാതെ യാത്ര ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹമുള്ളത് കൊണ്ടാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. 96 മുതൽ ശുശ്രൂഷ ചെയ്യുന്നതാണ്. എത്ര? ഇന്ന് വരെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഇന്ന് വരെ ആൾത്താരെന്നാ പറയണത്. ഇന്ന് വരെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. എല്ലാം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. എല്ലാം കൊടുത്തിട്ടേ ഉള്ളൂ. കാരണം എന്താ അറിയാമോ? കൊടുക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ പ്രമാണത്തെ പരിപുഷ്ടരാകും. അടുത്ത വചനം ഒന്ന് കേട്ടോ. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വെക്കും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വെക്കും. കുംഭസാരം മാത്രമല്ല ഒരുക്കം. കുംഭസാരത്തിൽ മാത്രമല്ല ഒരുക്കം. അവന്റെ 24 മണിക്കൂറും അവന്റെ ഹൃദയം ഒരുങ്ങും. കാരണം അവന് ദൈവത്തെ ഭയത്തോടെയാണ് കാണുന്നത്. തമാശ കളിയാണെന്ന് പലർക്കും. ദൈവത്തെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ദൈവത്തെ ഗൗരവമെടുക്കാത്തതിന് കാരണം ദൈവത്തെ പേടിയില്ല. ദൈവത്തെ എന്തില്ല? നമ്മുടെ മക്കൾക്ക് ദൈവത്തെ പേടിയുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ഉണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ അധികം നേരം നോക്കൂല, TV അധികം നേരം നോക്കൂല, പത്രം അധികം നേരം നോക്കൂല. ദൈവത്തെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെ ഞാൻ കാണിക്കും. വേണ്ട, ഒരു ടച്ച് മൊബൈൽ പോലും ഇല്ല. 10-26 കൊല്ലം കഴിഞ്ഞ് ധ്യാനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നുമില്ല. ഇത് കണ്ട, വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഒന്നുമില്ല. ഇതെന്താ കാണിച്ചെന്നറിയാമോ? കർത്താവുമായിട്ടൊരു ബന്ധം വരുമ്പോ പിന്നെ മൊബൈലിൽ നിന്നും വലിയ പ്രസക്തി ഉണ്ടാകൂല. നല്ലതാണ്, ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ. വലുതിരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ആ നെറ്റ് ചാർജ് ചെയ്യണ കാശ് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ സ്വർഗം മഹത്വപ്പെടും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവത്തെ ആരാധിക്കാനായിരിക്കണം. ദൈവത്തെ ഭയത്തോടെ കാണുമ്പോഴാണ് നമ്മുടെ മീഡിയയും നമ്മുടെ മൊബൈലും ഒക്കെ പരിശുദ്ധമായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത വചനം വായിച്ചേ കേട്ടോ. അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. ഭയമുള്ളവർക്ക് എന്തുണ്ടാകും? അവിടുത്തെ മുൻപിൽ വിനീതരായിരിക്കുകയും ചെയ്യും. വിനീതരാകുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചേ. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യം. വലുതിരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, വിദേശ രാജ്യങ്ങളിലുള്ളവർ വലിയ സന്തോഷമൊന്നുള്ളവരൊന്നും അല്ല. എൻ്റെ ജീവിതാനുഭവം വെച്ച് എനിക്ക് മനസ്സിലായതാണ്. കാരണം പേരും സ്ഥലത്തിന്റെ പേരെല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്, യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലതാണ്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. കാനഡ ഒക്കെ പറഞ്ഞ നമുക്ക് സന്തോഷം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പേര് കേൾക്കാൻ സുഖം, പക്ഷേ അനുഭവിക്കുന്ന ദുരിതം നമുക്ക് മനസ്സിലാകുകയില്ല. അത് അനുഭവിക്കുന്നവർക്ക് അതെന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ശക്തിയോടെ പറഞ്ഞേ. അപ്പൊ എന്ത് ചെയ്യണം? വിദേശ രാജ്യത്ത് പോകുക എന്നതിനേക്കാൾ ഉപരി
അവിടെ നിന്ന് പോയിട്ട് വരികയും അങ്ങോട്ട് പോകുകയും ചെയ്യുന്നതല്ല പ്രസക്തി. മറിച്ച് എന്താണ് പ്രസക്തിയും എന്താണ് മഹത്വവും? കർത്താവേ, പോകുകയും വരികയും ചെയ്യുന്നതല്ല, അവിടത്തെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞ്, അഭിഷേകത്തോടെ പറഞ്ഞ്, സന്തോഷത്തോടെ പറഞ്ഞ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കാൻ ആരംഭിക്കണം. സങ്കീർത്തനം 18-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ചു. ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഗുണം എന്താണെന്നറിയാമോ? ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ബൈബിൾ തുറക്കാൻ പറ്റിയേനെ. കൊടയുണ്ട്, പേഴ്സുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കൊണ്ടുവരേണ്ടതില്ല. കാരണം എന്താ? ജ്ഞാനികൾ അല്ലാതെ പോയത് കൊണ്ടാണ്. പിന്നെ പ്രശ്നം എന്താണെന്നറിയാമോ? ഭാരവും ദുഃഖവും ടെൻഷനും ആവലാതിയും ഭയവും ഉള്ളത് കൊണ്ട് അതെടുക്കാൻ വിട്ടുപോയതാണ്. വലുതേരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു. വായിച്ചേ. കർത്താവേ, എന്റെ ശക്തിയുടെ കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ ഉറക്കെ പറഞ്ഞു. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഉറക്കെ പറഞ്ഞ്. അങ്ങനെ പറയണം. അത്ഭുതം കിട്ടിയില്ലെങ്കിലും, അനുഗ്രഹം കിട്ടിയില്ലെങ്കിലും, അതിശയം നടന്നില്ലെങ്കിലും, വീട്ടിൽ ചെല്ലുമ്പോ സാമ്പത്തിക വഴി തുറന്നില്ലെങ്കിലും, മകളുടെ കല്യാണം നടന്നില്ലെങ്കിലും, ഭർത്താവിന്റെ മദ്യപാനം മാറിയില്ലെങ്കിലും, ബാങ്കിൽ ലോൺ അടക്കാൻ പറ്റിയില്ലെങ്കിലും, മകൾക്ക് വിദേശത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും, കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലെങ്കിലും, ഒരു നന്മയും കിട്ടിയില്ലെങ്കിലും, ആ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. കൈയടിച്ച് നടന്നു കർത്താവ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പറ, ഉറക്കെ പറ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സങ്കീർത്തനം 18:1. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഉറക്കെ പറ. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ്, ഹല്ലേലൂയ. ഞാനവർക്കൊരു ഫാമിലി വിദേശത്തുനിന്ന് വന്നതാ, അയർലൻഡിൽ നിന്ന്. അവർക്ക് 15 കൊല്ലോട്ട് മക്കളില്ല. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇനിയൊട്ട് ഉണ്ടാകുകയുമില്ല. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ. ഏത് സങ്കീർത്തനം? ഉറക്കെ പറ, ഉറക്കെ പറ. അത് വായിച്ച് 3-ാം മാസം അവള് ഗർഭിണിയായി. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങണം, അപ്പൊ അത്ഭുതം നടക്കും. കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങണം, അപ്പൊ അതിശയം നടക്കും. സാത്താൻ എപ്പോഴും ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ആ മനസ്സ് നമ്മൾ കളഞ്ഞിട്ട് അത്ഭുതങ്ങളുടെ പുറകെ ഓടും. അവസാനം അത്ഭുതവും തീരും, ഒക്കെ തീരും, അവസാനം നിരാശരായി തീരുകയും ചെയ്യും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയെ സ്നേഹിച്ച്, ഈശോയെ സ്നേഹിച്ച്, ഈശോയെ സ്നേഹിച്ച്, ഈശോയെ സ്നേഹിച്ച്. അപ്പൊ എന്താണ് ഗുണം? അപ്പൊ എന്താണ് ഗുണം? ഒരു ഗുണം ഉണ്ടാവും. പ്രശ്നം വന്നാലും പ്രൈസ് ദി ലോർഡ്, ദുഃഖം വന്നാലും പ്രൈസ് ദി ലോർഡ്, മരണം വന്നാലും പ്രൈസ് ദി ലോർഡ്, വീട് നഷ്ടപ്പെട്ടാലും, സമ്പത്ത് നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, എല്ലാവരും ഉപേക്ഷിച്ചു പോയാലും, ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും, എല്ലാവരും വെറുപ്പോടും ദേഷ്യത്തോടും പെരുമാറിയാലും, ഒറ്റപ്പെട്ടു പോയാലും, അകന്നു പോയാലും, രോഗിയാണെങ്കിലും കാരണം മുഖത്ത് സന്തോഷം ഉണ്ടാകും. കാരണം എന്താ? നമ്മുടെ ബലം കർത്താവാണ്, വ്യക്തികളല്ല. നമ്മുടെ ബലം ആരാണ്? കർത്താവാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്, സ്വരമുയർത്തി പറഞ്ഞു, അഭിഷേകത്തോടെ പറഞ്ഞ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാ എന്താണ് വചനം? ജെറമിയായുടെ പുസ്തകം 2-ാം അധ്യായം 17 മുതൽ നമുക്ക് സംഭവിക്കണം എന്താണെന്നറിയാമോ? നമുക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയി? ദൈവഭയം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടു, നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത്
ദൈവഭയമാണ്. ദേവാലയത്തിന് നഷ്ടപ്പെട്ടു പോയത് എന്താണ്? ഇടവക ജനത്തിന് നഷ്ടപ്പെട്ടു പോയത്, തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവഭയം. കുംഭസാരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണെന്നറിയാമോ? ദൈവഭയം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ ഭയം ഉണ്ടെങ്കിൽ, എന്താ ദൈവത്തെ ഭയം എന്ന് പറയണത്? ദൈവം ശിക്ഷിക്കുന്നവൻ എന്ന് അല്ല അതിന്റെ അർത്ഥം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധ. അപ്പൊ ആ പരിശുദ്ധനാണെന്നുള്ള ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാൻ പറ്റൂല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിനോട് ഒരു പെൺകുട്ടി പറഞ്ഞു, അഗസ്റ്റിൻ, നമുക്ക് പാപം ചെയ്യാം. നേരത്തെ നമ്മൾ പാപം ചെയ്തതാ. അഗസ്റ്റിൻ പറഞ്ഞു, പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി, പുതിയ അഗസ്റ്റിന് പാപം ചെയ്യാൻ അറിയാൻ പാടില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആര് മരിച്ചുപോയെന്ന്? പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി, പുതിയ അഗസ്റ്റിന് കാരണം എന്താണ്? അവൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെയാണത്. ഞാൻ കോയമ്പത്തൂർ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ കോയമ്പത്തൂർ എത്തിയപ്പോൾ എൻ്റെ പോക്കറ്റിലെ പേഴ്സും പൈസയും പോക്കറ്റ് അടിച്ചു പോയി. 12,000 രൂപയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോക്കറ്റ് കൈ നോക്കിയപ്പോൾ പൈസ കാണാനില്ല. പക്ഷെ പൈസ പോയെന്നറിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു പ്രത്യേക ആനന്ദവും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മേ പൈസ പോയി. അമ്മ പറഞ്ഞു, അമ്മ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അത് അർഹതപ്പെട്ടവൻ എടുത്തതാണ്, അവനെന്തോ ആവശ്യമുള്ളത് കൊണ്ടാണ്. നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, എടുത്തണ്ട് പോയവൻ സുവിശേഷകനാകാൻ വേണ്ടി, സുവിശേഷ പ്രഘോഷകനാകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് അമ്മക്കൊരു കയ്യടി കർത്താവിന്റെ നാമത്തിൽ കൊടുത്തു. അല്ലാണ്ട് ഇപ്പൊ രാകുകയും ശാപിക്കുകയോ അല്ല ചെയ്യത്. എടുത്തണ്ട് പോയവൻ വട്ടുപിടിക്കട്ടെ അല്ലേ? എടുത്തണ്ട് പോയവന് അല്ലേ എന്തൊക്കെ ശാപവാക്കുകൾ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയെന്ന് അറിഞ്ഞപ്പോ നമുക്ക് സങ്കടം തോന്നാതിരുന്നത്? കാരണം ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ കൂടെ ഉണ്ടായ എന്റെ സുഹൃത്ത് ചോദിച്ച്, ഭയങ്കര പൈസ ഉള്ളതിനേക്കാൾ സന്തോഷമാണല്ലോ പൈസ. ഉറക്കെ പറ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവിൽ സന്തോഷിക്കുവിൻ, നിങ്ങൾ വീണ്ടും. വല്ലോ മനസ്സിലായ എന്താണെന്ന്? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. ആനന്ദത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ഒരു സഹോദരൻ, അവന് ആവശ്യം വന്നപ്പോൾ, ബ്രദറെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പ്രതിസന്ധിയിലാണ്, ഈ ബാങ്ക് ലോൺ അടച്ചിട്ടില്ല, ജപ്തിയാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ അവന് 3 ലക്ഷം രൂപ കൊടുത്തു ബാങ്ക് ലോൺ അടക്കാൻ. ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. 10 കൊല്ലോട്ട് തന്നിട്ടില്ല. ഇപ്പൊ തരാന്ന് പറഞ്ഞതാ. ചോദിച്ചപ്പോ പറയുന്നു, അതെ എനിക്ക് തരാനൊരു നിവൃത്തിയില്ല. എനിക്ക് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കൽ. ഞാൻ പറഞ്ഞു, ഞാൻ വിഷമിപ്പിച്ചില്ലല്ല, 6 മാസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനത്തോടെ സ്നേഹത്തോടെയാണ് ചോദിച്ചത്, മോശമായി ഒന്നും പറഞ്ഞില്ലല്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. തന്നില്ല.
ആ പൈസ ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ആ വ്യക്തിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ബന്ധവും പോകും, മൊബൈലിലെ നമ്പറും കളഞ്ഞു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ഇതങ്ങനെയല്ല. അപ്പൊ സഹോദരൻ ചോദിച്ചു, എന്നോട് ദേഷ്യമില്ലേ? ഞാൻ പറഞ്ഞു, എന്തിനാ ദേഷ്യം? തരാൻ പറ്റൂല, കഴിവില്ല, പോട്ടെ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പറഞ്ഞു അതും ഇതും തമ്മിൽ ഇതല്ല ബന്ധം തരുന്നത്. ബന്ധം തരുന്നത് ദൈവമാണ്. വളരെ പ്രതി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ബന്ധം തരുന്നത് നമുക്കെന്തെന്നറിയാമോ? പൈസ കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ബന്ധവും പോകും, സ്വന്തവും പോകും, ഒക്കെ പോകും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തു പോയാലും, എന്ത് കിട്ടിയില്ലെങ്കിലും, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് ഭാരം തോന്നൂല, നമുക്ക് ഭയം തോന്നൂല, നമുക്ക് സങ്കടം തോന്നൂല. വളരെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ കൊച്ചു മരിച്ചപ്പോൾ ധ്യാനിപ്പിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് അച്ഛൻ പറഞ്ഞു, വരണ്ട, ഞങ്ങൾ അറിഞ്ഞു മരിച്ചെന്ന്, അതുകൊണ്ട് ഞങ്ങള് ശുശ്രൂഷ ഞങ്ങൾ ചെയ്തോളാം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല. ഏത് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ദിവസമാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ആലപ്പുഴ ധ്യാന കേന്ദ്രത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ വരണ്ട, ഞങ്ങൾ ധ്യാനം ക്യാൻസൽ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ധ്യാനവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ദൈവം തന്നു, ഉറക്കെ പറ, ദൈവം എടുത്തു, അതുകൊണ്ട് ധ്യാനത്തിന്റെ സമയത്തും മാസത്തിലും അതുപോലെ തന്നെ നടക്കും. വളരെ പ്രതി ഹല്ലേലൂയ പറഞ്ഞു. പക്ഷെ എന്താ ഗുണമെന്നറിയാമോ? ആ ധ്യാനം വളരെ അഭിഷേകമുള്ള ധ്യാനമായിരുന്നു. വളരെ പ്രതി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ. ഹല്ലേലൂയ. എന്താണ് നമുക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ അനുഗ്രഹ വെള്ളിയിൽ വേണ്ടത്? എന്താണ് വേണ്ടത്? പറ. എന്താണ്? സ്നേഹം വേണം. ഓർക്കെ പറ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് ഓസ്ട്രേലിയ പോകാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തു, ലക്ഷങ്ങൾ. അവസാനം ലക്ഷവും പോയി, ചതിക്കപ്പെട്ട് പൈസയും പോയി. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഏതാണ്ട് 10-20 ലക്ഷം രൂപ കണ്ടും പോയി. ഞാൻ പറഞ്ഞു, പോട്ടെ, ആ കൊണ്ടുപോയവൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. എന്ത് പറ്റി? 20 ലക്ഷം രൂപ പോയി, കൊണ്ടുപോയവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഗുണമെന്നറിയാമോ? UK-യിൽ ഭാര്യയ്ക്കും ഭർത്താവിനും 2 മക്കൾക്കും പോകാനുള്ള കൃപ കർത്താവ് കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. പോട്ടെ. ഇത് എന്താണ് ഞാൻ പറഞ്ഞത്? ഈ ദൈവസ്നേഹത്തിൽ വന്നു കഴിയുമ്പോ പിന്നെ ലക്ഷങ്ങളോ കോടികളോ ഇനി കടബാധ്യതയാണ്. നിങ്ങൾക്ക് കടബാധ്യതയുള്ളവർ കൈവയ്ക്കുക. സത്യം പറഞ്ഞു, കടബാധ്യതയുള്ളവർ. ഇനി നാണക്കേടുകളുണ്ട് കൈ പൊക്കാത്തവരുണ്ട്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയുണ്ട്. ഇനി ആൾക്കാർ അറിയണ്ടല്ലോ ഓർത്ത് ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കടബാധ്യതകൾ മാറും. എപ്പോൾ മാറുമെന്ന് അറിയാമോ? നിങ്ങൾ കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈശോയെ, ഞാൻ ഈ കടബാധ്യതയിലും അങ്ങയെ സ്നേഹിക്കുന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെ കടബാധ്യതയിൽ കഴിയുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ഗുണമുണ്ടാകുമെന്ന് അറിയാമോ? നിങ്ങളുടെ കടഭാരം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം പോകും, ചിന്തയിൽ നിന്ന് ആദ്യം പോകും, മനസ്സിൽ നിന്ന് ആദ്യം പോകും. ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ആ കടഭാരം മാറിപ്പോവുകയും ചെയ്യും. വഴി തുറക്കണത് നിങ്ങൾ കാണുകയും ചെയ്യും. കൈയടിച്ച് കർത്താവ് നീ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് കാരണം? സുഭാഷിതം 10-ാം അധ്യായം 22-ാമത്തെ വചനം വായിച്ച്. സുഭാഷിതം 10:22. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. എന്ത്? ഉറക്കെ പറ. കടബാധിതർ വിഷമിക്കുന്നവര് കേട്ടോ. ഒരു വഴിയില്ല, എല്ലാ വഴിയും അടഞ്ഞുപോയി. അങ്ങനെ ആരെങ്കിലും ഇത് വചനം കേൾക്കണമെങ്കിൽ കേട്ടോ. എന്താണ്?
കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. എന്ത് നൽകുന്നു? സമ്പത്ത്. അടുത്ത വചനം കേട്ട്. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. എന്ത് എന്ത് ദുഃഖം കലരാത്തൊരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും ബാധ്യതയില്ലാത്ത, ആരോടും കടപ്പാടില്ലാത്ത, ആരോടും ഒരു കടപ്പാടില്ലാത്തൊരു സമ്പത്ത് ദൈവം നമുക്ക് നൽകും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദുഃഖം കലരാത്ത, ആദിയും വ്യാധിയും ടെൻഷനും ഇല്ലാത്തൊരു സമ്പത്ത് കർത്താവ് നമുക്ക് നൽകും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞ്. ഹല്ലേലൂയ. അതിനാണ് ദൈവം ഈ പ്രഭാതത്തിൽ എന്ത് പറയുന്നത്? ജ്ഞാനത്തെ സ്നേഹിക്കണം. വായിച്ചേ, ജെറമിയ 2:17, 18, 19 വായിച്ചോ, കേട്ടോ. യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി, യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തി വെച്ചതല്ലേ? സ്വയം വരുത്തി വെച്ചതല്ലേ? എന്നിട്ട് കേട്ടോ. നൈൽ നദിയിലെ വെള്ളം കുടിക്കുവാൻ ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമാണ് നിനക്കുള്ളത്? എന്ത് വെള്ളം കുടിക്കാൻ? നൈൽ നദിയിലെ വെള്ളം കുടിക്കുവാൻ ഈജിപ്തിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും? ഒരു ഗുണം ഉണ്ടാകൂല. വെള്ളം കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈശോ പറഞ്ഞില്ലേ സമരിയാക്കാരത്തിയോട്, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ശക്തിയോടെ പറഞ്ഞ്. ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടോ. അടുത്ത വചനം കേട്ടോ. യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കുവാൻ അസീറിയയിൽ പോകുന്നത് കൊണ്ട് നിനക്ക് എന്തു ഗുണമുണ്ടാകും? വെള്ളം കുടിക്കും, ദാഹം മാറൂല. വളരെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും കടഭാരം ഭാരപ്പെടുത്തും. വളരെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടോ. നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. നിന്റെ ദുഷ്ടത തന്നെ ആയിരിക്കും നിന്നെ ശിക്ഷിക്കുക. വെള്ളം കുടിച്ച് നടക്കും. വെള്ളം കുടിക്കുക, കുടിപ്പിക്കുക, വെള്ളം കുടിപ്പിക്കുക. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ദാഹം മാറൂല. അടുത്ത വചനം കേട്ടോ. നിന്റെ അവിശ്വസ്തത തന്നെയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ അവിശ്വസ്തത തന്നെയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. എന്നിട്ട് നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. കാരണം എന്നറിയാമോ? അടുത്ത വാക്കാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. കേട്ടു. എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുൾ ചെയ്യും. ദൈവത്തെ ഭയമില്ല. കടം മാറിയാ മതി, അനുഗ്രഹം നടന്നാ മതി, അത്ഭുതം നടന്നാ മതി, അതിശയം നടന്നാ മതി. ആരെ പേടിയില്ല? ഉറക്കെ പറ, സ്വരം ഉയർത്തി പറ. ദൈവത്തെ പേടിയില്ല. ദൈവത്തെ പേടിയില്ലാത്തത് കൊണ്ട് എന്തു പറ്റിയെന്നറിയാമോ? കൊന്ത ചെല്ലും, കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും, കുരിശിന്റെ വഴി ചെല്ലും, കരുണക്കൊന്ത ചെല്ലും, രക്തക്കണ്ണീര് ജപമാല ചെല്ലും, എല്ലാം ചെല്ലും. പക്ഷേ ദൈവത്തെ ഭയം ഉണ്ടാവൂല. പരിശുദ്ധമ്മ കുരിശിന്റെ കീഴിൽ എങ്ങനെ നിൽക്കണത്? ഭയഭക്തി ആദരവോടെയാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഔഷപിതാവ് അങ്ങനെ നിൽക്കണത് കാലിത്തൊഴുത്തിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ്. ഹല്ലേലൂയ. യേശുവോ കാലിത്തൊഴുത്തിൽ എങ്ങനെ നടക്കണം? വളരെ താഴ്ന്ന് വിനീതനായി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞു. ഹല്ലേലൂയ. കാരണം പ്രിയപ്പെട്ടവരെ, ജ്ഞാനികൾ 3 പേര് കുന്തിരിക്കവും മീറയും പൊന്നും കൊണ്ടെന്ന് എന്ത് ചെയ്തു? ഭയഭക്തി ആദരവോടെ കുമ്പിട്ട് ആരാധിച്ചു. ആരാധന കഴിഞ്ഞപ്പോ
അവർക്കൊരു ബോധ്യം കിട്ടി. ഭയഭക്തി ബഹുമാനവും ആദരവും കൂടിയപ്പോൾ ഹെരോദോസിന്റെ അടുത്ത് പോയില്ല, വേറെ വഴിക്ക് പോയി. വലുതിരുമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. വേറെ വഴിക്ക് പോകാനുള്ള കൃപ നമുക്ക് ദൈവം നമുക്ക് ഉറക്കെ പറ, സ്വരമുയർത്തി പറ, അഭിഷേകത്തോടെ പറ, സന്തോഷത്തോടെ പറ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഭയഭക്തിയോടുകൂടെ ജീവിക്കാൻ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇന്നെന്ത് പ്രാർത്ഥിക്കണം? എന്ത് പ്രാർത്ഥിക്കണം? നമ്മുടെ തലമുറയ്ക്ക് ഭയഭക്തി, ദൈവത്തെ ഭയം ഉണ്ടാകണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വസ്ത്രധാരണം മോശമായി പോയത്. ഒറ്റ വാക്കാണ് പറഞ്ഞത്. ദൈവ ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രധാരണം മോശമായി പോയത്, പെരുമാറ്റം മോശമായി പോയത്. വലുതിരുമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞു, ഹല്ലേലൂയ. ദൈവത്തെ ഭയമുള്ളവർക്ക് ഒരു കാര്യം കേട്ടോ, ദൈവത്തെ ഭയമുള്ളവർക്ക് പിന്നെ അധികം നേരം ഒന്നിന്റെയും നേരെ നോക്കിയിരിക്കാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞു, ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവ ഭയം എനിക്ക് നൽകണമേ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 2 കൊറിന്തോസ് 5:11. എന്റെ സമയം ഇപ്പൊ തീരുകയാണ്, 15 മിനിറ്റ് കൂടെ ഉണ്ടാവും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. എന്താ 2 കൊരിന്ത്യർ 5:11 വായിച്ചേ. കേട്ടു, ശ്രദ്ധിച്ചു കേട്ടോട്ടോ. മൊബൈലിലുള്ളവരൊക്കെ എടുത്തു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് A+ കിട്ടാനും മാർക്ക് കിട്ടാനും എല്ലാ വിഷയം മാർക്ക് കിട്ടി ജയിച്ച് അവസാനം എന്ത് പറ്റുന്നറിയാമോ? ഇപ്പൊ ജയമാണ്, മുഴുവൻ ജയിച്ചുകൊണ്ടിരിക്കാൻ. പഠിക്കണം ജയിക്കണം, പഠിക്കണം ജയിക്കണം, പഠിക്കണം ജയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിദേശത്തേക്ക് പോകണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. പഠിക്കണം, നല്ല കാര്യമാണ് മക്കളെ, എല്ലാം നല്ലതാണ്. പുറത്തു പോകണം, ഒക്കെ സ്വപ്നങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഉള്ളിലുണ്ടെങ്കിൽ ഏത് നാട്ടിൽ വേണമെങ്കിലും പോയിക്കോ. ഒരു കാര്യം ഉള്ളിലുണ്ടാകണം, എന്ത്? ദൈവഭയം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. അപ്പൊ മാതാപിതാക്കളെ ചതിക്കാൻ തോന്നൂല, മക്കളെ ചതിക്കാൻ തോന്നൂല, മക്കൾക്ക് മാതാപിതാക്കളെ ചതിക്കാൻ തോന്നൂല, മക്കൾക്ക് മാതാപിതാക്കളെ ചതിക്കാൻ തോന്നൂല, മാതാപിതാക്കൾക്ക് മക്കളെ വഞ്ചിക്കാനും പറ്റിക്കാൻ. ദൈവഭയം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ഇപ്പൊ കാറ്റഗിസം അധ്യാപകർ എല്ലാരും കൂടെ കാറ്റഗിസം പഠിക്കണവര്, അവർക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അടുത്ത ഞായറാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിച്ചൊരുങ്ങി പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ കരണക്കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി സമർപ്പിച്ച ഒരാഴ്ച ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ അങ്ങനെ അധ്യാപകർ പ്രാർത്ഥിക്കുമ്പോഴാ ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റൂല. അവർ പറഞ്ഞാൽ കേൾക്കും, അവർ പറഞ്ഞാൽ അനുസരിക്കും, അവർ പറഞ്ഞാൽ പഠിക്കും, അവർ ജയിക്കും, വിശുദ്ധരായി തീരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കള് പഠിക്കുന്നു പറഞ്ഞാൽ കാര്യമില്ല. മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എൻ്റെ അമ്മ 14 കൊല്ലം മെറ്റിൽ കല്ലിട്ട് പ്രാർത്ഥിച്ചതാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്. സാക്ഷ്യം പറയാൻ സമയമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ഷാലോൺ ടിവിയിൽ ഒന്ന് പറഞ്ഞതാണ്. ഏത്? നൈറ്റ് വിജിലിന്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ലോകരാജ്യം മുഴുവൻ കണ്ടതാ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ഇനിയൊരു സാക്ഷ്യം പറയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു. എഴുതാൻ അറിയാൻ പാടില്ല, വായിക്കാനും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. 3 കൊല്ലം തോറ്റും പോയി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. എന്നെ പൊട്ടനാണ് മണ്ടനാണെന്നും പറഞ്ഞു സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്, കഴിവില്ലെന്നും പറഞ്ഞു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. ഇപ്പൊ കഴിവില്ലാത്തവനാണ്, ഇപ്പൊ കഴിവുള്ളവനാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. എന്റെ സ്കൂളിൽ നിന്ന് എന്നെ കൊള്ളൂല, മോശക്കാരനാണെന്നും പറഞ്ഞ് ഇറക്കി വിട്ട ആ സ്കൂളിൽ ഞാനാണ് ഈ എളിയവനാണ് 3 ദിവസത്തെ കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിച്ചത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ. എല്ലാവരും എവിടെയും ധ്യാനിപ്പിക്കാൻ പോകാൻ ദൈവം കൃപ തന്നു. ഉറക്കെ പറഞ്ഞ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഇപ്പൊക്കെ ബസ്സിൽ കയറി പോയി
ഞാൻ നാളെ യുവജനങ്ങൾക്ക് വേണ്ടി രൂപതാ തലത്തിൽ തമിഴ്നാട്ടിൽ വലിയ ശുശ്രൂഷ നടക്കുക. കൊറോന തലത്തിൽ പങ്കെടുക്കി ഉറക്കെ പറഞ്ഞാൽ പറഞ്ഞു ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ അപ്പ പോയി സമയമില്ല. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, വെള്ളം കുടിക്കാൻ പറ്റുമോ, ഇന്ന് സമയമില്ല. നമുക്ക് ഒറ്റ ആഗ്രഹങ്ങൾ, കർത്താവേ ആ യുവാക്കളെ യുവതികളെ നേടണം. അതിന് എന്തു ത്യാഗം സഹിച്ചു, ഉറക്കം നിന്ന, ഭക്ഷണം കഴിഞ്ഞ, പട്ടിണി, എന്തുകൾ കർത്താവേ ഈ ആത്മാക്കളെ രക്ഷിക്കും. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു, സ്വരമുയർത്തി പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു. ഈ വചനം കേട്ടോ, 2 കൊരിന്ത്യർ 5:11 വായിച്ചു. കർത്താവിന്റെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞത്? ഗാകുൽത്താ ധ്യാനകേന്ദ്രത്തിലുള്ള പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ വാത്സല്യ മക്കളെ, ദൈവജനമേ, ഞാനിത് പറഞ്ഞത് കർത്താവിനെ ഭയമുള്ളത് കൊണ്ടാണ്. മുട്ടുവിറച്ചട്ടാ നിൽക്കണത്. കാരണം ഈ പറയണതെല്ലാം കർത്താവ് കേൾക്കണുണ്ട്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഈ പറയണതെല്ലാം ഉറക്കെ പറ, കർത്താവ് കേൾക്കണം. നിങ്ങളല്ല, കർത്താവ് കേൾക്കണുണ്ട്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ കർത്താവിന് തോന്നണം ആ പറഞ്ഞതൊക്കെ ശരിയാണ്, അവൻ സത്യമാണ് പറഞ്ഞു. അതാ ഭയഭക്തി വരുമ്പോഴാ മലതിരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു. എന്നിട്ട് വായിച്ച കേട്ടെ, ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. അത് നിങ്ങൾക്കും നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ പറഞ്ഞില്ലേ, പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെയുള്ളവർക്കും എന്നെ അറിയാം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പുതിയതായിട്ട് വന്നവർക്ക് അറിയാൻ പാടില്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന് ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത വായിച്ചു കേട്ടു. ഞങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം, അത് നിങ്ങൾക്കും നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വസിക്കണം. മലതിരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. ജപമാലയൊക്കെ എടുക്കും, പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ദൈവഭയം നൽകണമേ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. 1-ാം രഹസ്യം കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. 2-ാം രഹസ്യം വീട് വെക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. 3-ാം രോഗികൾക്ക് വേണ്ടി. 4-ാമത്തെ രഹസ്യം പാപികൾക്ക് വേണ്ടി. 5-ാം രഹസ്യം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇനി ദൈവഭയം ആര് നിറയും? പ്രാർത്ഥിക്കണം. അമ്മേ, ദൈവഭയം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ. പേടിച്ച് വിറക്കാനല്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിക്കാൻ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. മദ്യം കാണുമ്പോ ഒരു ഭയം, പരിശുദ്ധനാണ്. സിഗരറ്റ് കാണുമ്പോ, കഞ്ചാവ് കാണുമ്പോ, മയക്കുമരുന്ന് കാണുമ്പോ, ബ്ലൂ ഫിലിം കാണുമ്പോ, വ്യഭിചാരം ചെയ്യുമ്പോ, ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിച്ചോ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇത്രയും കൊല്ലം ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇന്നും പേടിയാണ്, അന്നും പേടിയാണ്. ധ്യാനം കഴിഞ്ഞു പോകുമ്പോ എന്തു പറയും? ബ്രദറെ, ഇവിടം വരെയൊക്കെ വന്നതല്ലേ, ഇത് കയ്യിലിരിക്കട്ടെ. ഏത് കയ്യിലിരിക്കട്ടെ എന്ന്? ഇതേ കവറാണ് തന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പേടിയാണ്. കാരണം എന്താണ്? ഇത് എങ്ങനെ കിട്ടിയ പൈസയാണ്? ഇതെങ്ങനെ കിട്ടിയ പൈസയാണ്? അവന്റെ നാമവും അവന്റെ രക്തത്തെ കുറിച്ച് വെറുതെ വന്നിട്ട് കിട്ടിയാണ? അവനെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് 33-കാരന്റെ ചോരയുടെ വിലയുണ്ട് ആ പൈസക്ക്. ഇത് മേടിക്കുമ്പോഴുണ്ടല്ല, കൈവിറക്കും. അധികം നേരം പോക്കറ്റിൽ വെക്കാൻ പറ്റൂല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്താണ്? അതുകൊണ്ടാണ് മദർ തെരേസ എന്ത് കിട്ടിയപ്പോഴും മുഴുവൻ പാവങ്ങൾക്ക് കൊടുത്തത്. ഫ്രാൻസിസ് അസീസി ഉടുത്ത തുണിയും കൂടെ ഊരിക്കൊടുത്തു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം പറഞ്ഞേ, അണയില്ലാത്തവനെ നീ ഇട്ടേക്കണത് ഞാൻ മേടിച്ചു തന്നതാ, വലിയ വർത്താനമൊന്നും പറയണ്ട. ഉടനെ പറഞ്ഞതേ,
തന്നതാണെങ്കിൽ പിടിച്ചോ. എന്നിട്ട് തുണിയില്ലാണ്ട് ഒറ്റപ്പോക്ക്. എനിക്ക് ഒറ്റ അപ്പനേ ഉള്ളൂ, ആ സ്വർഗത്തിലെ അപ്പനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എന്തായിട്ട് സംഭവിച്ച്? രണ്ടാം ക്രിസ്തുവായിട്ട് മാറി. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. മദർസയിലേക്ക് എല്ലാം കിട്ടി, പക്ഷേ എന്തുണ്ട്? എല്ലാം കൊടുത്തു. എന്നിട്ടാ വിശുദ്ധയായിട്ട് തീർന്നു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. കൊച്ചുരേസ്യ പറയും, വിശുദ്ധ കൊച്ചുരേസ്യ വാക്കെന്താണ്? ഷോയേ, നരകമില്ലെങ്കിലും ഞാൻ പാപം ചെയ്യുകയില്ല. എന്താണ് നരകമില്ലെങ്കിലും? എന്നിട്ട് പറയേ, സ്വർഗമില്ലെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്ക് പറയൻ, ഈശോയെ നീ അത്രമാത്രം എന്നെ സ്നേഹിച്ചുവല്ലോ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നരകോ സ്വർഗോ അല്ല പറഞ്ഞത്. ഈശോയോടുള്ള സ്നേഹം വരുമ്പോൾ ആ സ്നേഹം വന്നു കഴിയുമ്പോ പിന്നെ പേഴ്സൊക്കെ തന്നെ കാലിയാവും, അക്കൗണ്ടൊക്കെ തന്നെ കാലിയാ. പിന്നെ അധികം നേരം ATM കാർഡ് പിടിക്കാൻ പറ്റൂല. പിന്നെ ഒറ്റ ചിന്തയുള്ളു, കൊടുക്കണം. മുറുകെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു പാട്ടില്ലേ, എന്താണ് പാട്ട്? ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ടു നൽകുന്നതാണ് സ്നേഹം. എന്ന് പാടിക്കേ. ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ടു നൽകുന്നതാണ് സ്നേഹം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഗുണം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോ മരിച്ചു പോയാലും നമുക്ക് സന്തോഷമാണ്. കാരണം എന്താണ്? ആരോടും ഒന്നും പറയാനില്ല, എല്ലാം ഫ്രീ ആണ്. ഉറക്കെ പറഞ്ഞാൽ പറഞ്ഞു ഹല്ലേലൂയ. ഇത് നമുക്ക് ഫ്രീ ആകാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ? പിടിച്ചു വെക്കുമ്പോഴേ ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. നമുക്ക് ഈ സ്നേഹം നിറയുമ്പോണ്ടല്ല പിന്നെ നമുക്കൊന്നും പിടിച്ചു വെക്കാൻ പറ്റൂല. പിന്നെ എന്തോരം കയ്യിൽ നിന്ന് പോയാലും ഉറക്കെ പറ നമുക്കൊരു ഭാരവും തോന്നൂല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ സ്നേഹത്താൽ നിറയപ്പെടാൻ. വലുതേരമൂർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആനന്ദത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 25:14. സന്തോഷമാണോ നിങ്ങൾക്ക്? കരങ്ങൾ നിമിഷി പറഞ്ഞു കേൾക്കട്ടെ. സന്തോഷമാണ് നിങ്ങൾ കൈയടിച്ച് വായിച്ചേ. സങ്കീർത്തനം 25:14. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. കർത്താവിനോടുള്ള സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. ഭയപ്പെടാത്തവർക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാ മതി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നിയോഗ വെള്ളിയോ അനുഗ്രഹ വെള്ളിയോ ഏതെങ്കിലും വെള്ളിയാഴ്ച വന്ന് അനുഗ്രഹിച്ച് രക്ഷപ്പെട്ടു പോണം. ഇതങ്ങനെയല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കർത്താവിന് ഭയമുണ്ടോ? ഭയമുണ്ടെങ്കിൽ സൗഹൃദം ആരായിട്ടുണ്ടാവും? കർത്താവുമായിട്ടുണ്ടാവും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത വാക്ക് കേട്ടോ. കർത്താവുമായിട്ട് സൗഹൃദം വന്നാൽ അടുത്ത വാക്ക് വായിച്ചേ. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. എന്ത് ഉടമ്പടി? കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പേര്, ഉടമ്പടി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഉടമ്പടി അവരെ അറിയിക്കും. അവരെ അറിയിക്കും. എന്നിട്ട് വായിക്കും. എന്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ എങ്ങോട്ടാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്? സത്യം പറയണം, കർത്താവിലേക്കൊന്നുമല്ല. അങ്ങനെ പറഞ്ഞ് നുണ പറയണ്ട. കർത്താവിലേക്കല്ല തിരിഞ്ഞിരിക്കണത്. പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പ്രലോഭനങ്ങളിലേക്കും ചില പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കാണ് കണ്ണ് മുഴുവൻ തിരിഞ്ഞിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറയാണ് നിന്റെ കണ്ണ് കർത്താവിനെ അതെന്താ കർത്താവിനെ ഭയപ്പെടുമ്പോഴാണ് കണ്ണ് മുകളിലേക്ക് പോണത്.
അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. നമ്മൾ പാടാറില്ലേ? ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാര. അങ്ങനെ വന്നാലുണ്ടല്ല കുർബാന മുഴുവൻ കരച്ചിലാവും. അന്നാ പ്രസംഗ മുതൽ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? കർത്താവിൻ്റെ ബലിപീഠത്തിൽ തൻ്റെ ശരീരവും രക്തവും അർപ്പിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധി ഭയഭക്തി ആദരങ്ങളോടെ. ഇവിടെ ആർക്കാണ് ഭയഭക്തിയുള്ളത്? നിപ്പ് കണ്ടു കഴിഞ്ഞാൽ കാണാം. കുർബാനക്ക് നിൽക്കണാണീ കാണുന്നത്. ഭയഭക്തിയാണ്. ഓർക്കെ പറഞ്ഞു. നല്ല മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? നല്ല മനുഷ്യൻ കുർബാനക്ക് ഓർക്കെ പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു. ചില നല്ല വേറെ മനുഷ്യരുണ്ട്, അവര് കുർബാനയിലൊന്നും പങ്കെടുക്കൂല. കുർബാന നടക്കുമ്പോ ഇങ്ങനെ നോക്കിക്കേ, കുർബാന നടക്കുമ്പോ കുർബാനയെ ശ്രദ്ധിക്കൂല, ഇത് ചൊല്ലിക്കൊണ്ടിരിക്കും. ചെയ്യാൻ പാടില്ല. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അത് കുർബാന കഴിഞ്ഞിട്ട് ചെല്ലിക്കും. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ ചെല്ലുമ്പോ മാതാവ് പറയും, മോനെ മോളെ അവൻ പറയണത് ചെയ്യുവിൻ. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കുർബാന നടക്കുമ്പോ എന്ത് ചെയ്യരുത്? ഉറക്കെ പറ. കൊന്ത ചെല്ലരുത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. കുർബാന കഴിഞ്ഞിട്ട് 2 3 ചെല്ലിക്കും, ദൈവം സന്തോഷിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. കുർബാന സമയത്ത് കുർബാനയിൽ മാത്രം മാതാവ് അതിനെ പറയുള്ളൂ, അവൻ പറയണത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഭയഭക്തി ആദരവോടെ, ഭയഭക്തി ബഹുമാനത്തോടെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാകുൽത്ത ധ്യാന കേന്ദ്രത്തിൽ അടുത്ത ആഴ്ച ഇതിനേക്കാൾ ആള് കൂടും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കേൾക്കുന്നവരും വരാത്ത മക്കളും വന്നിട്ടില്ലാത്ത മക്കളും ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്തവരും ഇപ്പോൾ ഓൺലൈനിൽ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, ഒന്ന് പ്രാർത്ഥിക്ക്. ഭയഭക്തി ലഭിക്കാൻ, ഭയം ലഭിക്കാൻ, ദൈവത്തോടുള്ള ഭയം നമ്മുടെ കേരളത്തിന് ലഭിക്കണം, നമ്മുടെ ഇന്ത്യക്ക് ലഭിക്കണം, വിദേശ രാജ്യങ്ങൾക്ക് ലഭിക്കണം, കുടുംബങ്ങൾക്ക് ലഭിക്കണം, തലമുറയ്ക്ക് ലഭിക്കണം. ദൈവഭയം പരിശുദ്ധാത്മാവ് തരുന്ന ഒന്നാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. ഈ ആരാധനയിലൊക്കെ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവഭയം നൽകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾ പറഞ്ഞതും പറയാത്തതുമായ അല്ലെ, ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 7-ാം തിരുവചനം പറയാണ്, വലിയവൻ അല്ലെ ചെറിയവനെ വലിയവൻ അനുഗ്രഹിക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്. ഹല്ലേലൂയ. വലിയവൻ ചെറിയവനെ അനുഗ്രഹിക്കും. എന്നിട്ട് പറയാണ് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഭയഭക്തി. ഭയത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, അത് ഉള്ളിലും ഹൃദയത്തിലും ഉണ്ടാകണം. വളരെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ എന്താണ്? 1 കൊറിന്തോസ് 15:57 ആ വചനം വായിച്ച് നിർത്തുകയാണ്. ഒരു പാട്ടുപാടി പ്രാർത്ഥിക്കും. 1 കൊറിന്തോസ് 15:57. 1 കൊറിന്തോസ് 15:57 വായിച്ച് കേട്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. അടുത്ത വാക്ക്. അതിനാൽ എന്റെ വത്സല സഹോദരനെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് കണ്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. അചഞ്ചലരുമായിരിക്കുവിൻ. അപ്പൊ വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി ഇല്ലേ? സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം. ലൂക്കാ 17:10 കൽപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്നും ദാസിമാരാണെന്നും പറയുവൻ കടമ നിർവഹിച്ചതേയുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഈ 1 മണിക്കൂർ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അനേകായിരങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ഈ ബലിപീഠത്തിൽ
നിൽക്കാൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ അമ്മയുടെ 14 കൊല്ലത്തെ പ്രാർത്ഥനയാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 78 വയസ്സുണ്ട്. ഇപ്പോഴും അമ്മ അങ്ങനെ പ്രാർത്ഥിക്കും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. രാവിലെ 5:30 അങ്ങോട്ട് TV ഓൺ ചെയ്താൽ രാത്രി 12 മണി വരെ TV ഓഫ് ചെയ്യൂല. ഈ കുർബാന കൂടിക്കൊണ്ടിരിക്കും. മുഴുവൻ സമയം കുർബാന തന്നെ കുർബാന ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്മ കൂടിയത് കൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ നാമത്തിൽ ഇല്ല അല്ലേ? ആർക്കും വിഷമമൊന്നും തോന്നിയില്ലല്ലോ? തോന്നിയാ? ദൈവഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ മക്കൾ പാപം ചെയ്യൂല, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകൂല, നമ്മുടെ തലമുറ നശിക്കൂല.